ഇന്ന് ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പ്രയോജനപ്പെടുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, മണി ട്രാൻസ്ഫർ തുടങ്ങിയ സാമ്പത്തികപരമായ ചില സംശയങ്ങൾക്ക് സാമ്പത്തിക വിദഗ്ധനും ദുബായിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ KT മുഹമ്മദ് അഹമ്മദാണ് അദ്ദേഹവുമായി നടത്തിയ ഒരു വാട്സപ്പ് ചാറ്റിങ്ങിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാവരുടെയും ക്യാഷിനെ കുറിച്ചുള്ള നോളജ് പലപ്പോഴും വളരെ പരിമിതമാണ്. എസ്പെഷ്യലി എക്സ്പാട്രിയേറ്റ്സിന് എനിക്ക് തോന്നി. പല ഇൻവെസ്റ്റ്മെൻറ്റ് ചർച്ചകളിലും കാര്യങ്ങളും എനിക്ക് പറയാൻ തോന്നിയത് കൊണ്ട് രാവിലെ തന്നെ എണീറ്റ് പറയാൻ. കറൻസി ഒരു പ്രത്യേക സാധനമാണ്. എസ്പെഷ്യലി ഒരു പ്രവാസിക്ക് തൻ്റെ സേവിങ്സ് വെക്കാൻ പറ്റിയ ഒരു കറൻസി അല്ല ഇന്ത്യൻ റുപ്പീസ്. ഇന്ത്യൻ റുപ്പീസ് ഇൻഫ്ലേഷനും ഫ്ലക്ച്വേഷനും ഏറ്റവും കൂടുതലുള്ള ഒരു കറൻസിയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സേവിങ്സ് ഇപ്പോൾ 2010 മുതൽ ഒരാൾ സേവ് ചെയ്ത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ വെക്കുകയാണെങ്കിൽ പോലും, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങാത്ത ആൾക്കാരായിരിക്കും അധികം. അത് ഒഴിവാക്കിയാൽ ഇൻട്രസ്റ്റ് വാങ്ങാത്ത ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മളെ ക്യാഷ് ഇന്ത്യൻ ബാങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എവറി ഇയർ ഏറ്റവും ചുരുങ്ങിയത് 6 to 7% നിങ്ങൾക്കത് വാല്യൂ കുറഞ്ഞു വരും ബേസ്ഡ് ടു ഇൻഫ്ലേഷൻ. പുറമെ നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ 2% കൂടെ കൂട്ടി ഏകദേശം 10% നിങ്ങൾക്കതിൽ എല്ലാ കൊല്ലവും ഇകയിച്ച് വരും. ഇനി അതിൽ ഇൻട്രസ്റ്റ് വാങ്ങുന്നവരാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ ഇൻട്രസ്റ്റ് വാങ്ങുന്നവരാണെങ്കിൽ ഏകദേശം 6 മുതൽ 7% മൈനസും ഒരു 3 to 4% ഗെയിന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് മൾട്ടിപ്പിൾ ഇയർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ കുറച്ച് നല്ല ബെനഫിറ്റ്സ് 5 കൊല്ലം കൊണ്ട് ഒരു ചെറിയ ബെനഫിറ്റ്സ് ഉണ്ടാവാൻ പറ്റും. അതേസമയം ഇതേ പൈസ നിങ്ങൾ FCNR ഫോറിൻ കറൻസി നോൺ റെസിഡൻ്റ് അക്കൗണ്ടിൽ വെച്ചാൽ, കറൻസി ഫ്ലക്ച്വേഷൻ കുറഞ്ഞ എസ്പെഷ്യലി ഡോളറിൽ വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദീർഘമായിട്ട് തന്നെ ദുബായിൽ വെച്ചിരുന്നു അല്ലെങ്കിൽ ഗൾഫിൽ വെച്ചിരുന്നാൽ ഇൻഫ്ലേഷൻ ഫാക്ടേഴ്സ് വളരെ കുറയുകയും അതേസമയം റേറ്റ് ഫ്ലക്ച്വേഷൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാം. ഒരു ഉദാഹരണം പറയാം. 2010-12 നമ്മളെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഏകദേശം 10 രൂപയായിരുന്നു. 10 വർഷത്തിൻ്റെ ഇപ്പുറം നോക്കുമ്പോൾ അത് 20 രൂപയാണ്. അപ്പോൾ ആ ക്യാഷ് നിങ്ങളെ കയ്യിൽ ദീർഘമായിട്ടോ റിയാലായിട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 80% ഗ്രോത്ത് ഉണ്ടാവും. അത് ഗ്രോത്ത് അല്ല, പക്ഷേ പർച്ചേസ് വാല്യൂ കുറഞ്ഞാലും ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഗ്രോത്ത് ഉണ്ടാവും. അതൊരു FCNR ഡെപ്പോസിറ്റിലായിരുന്നെങ്കിൽ അതിലൊരു 3-4% ഇൻട്രസ്റ്റ് കിട്ടിയാൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഏകദേശം 6 വർഷം കൊണ്ട് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്കത് ഡബിളാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റോ ക്യാഷ് റിസർവോ ഒരിക്കലും ഇന്ത്യൻ റുപ്പീസിൽ വെക്കാൻ അഭികാമ്യമല്ല. അത് കോവിഡ് ഉണ്ടെങ്കിലും കോവിഡ് ഇല്ലെങ്കിലും ഒക്കെ ഒരേ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടി നോക്കുമ്പോൾ ഇന്ത്യൻ GDP പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളതിനേക്കാളും എത്രയോ മൈനസിലേക്ക് പോകാൻ പോവുകയും ഇൻഫ്ലേഷൻ കുറച്ച് കുറയും. കാരണം ഈ റെസഷൻ കാര്യത്തിൽ ഇൻഫ്ലേഷൻ കുറയും, പക്ഷേ എന്തെങ്കിലും ഇൻഫ്ലേഷൻ ഫാക്ടർ ഒരു 7% ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യൻ കറൻസി ഒരിക്കലും അഭിമാനമല്ല. നിങ്ങളുടെ നാട്ടിൽ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പണം അയച്ചോളൂ, നിങ്ങളുടെ ഡേ ടു ഡേ ചിലവിനുള്ള പണം അയച്ചോളൂ. അല്ലാതെ സമ്പാദ്യം ഒരിക്കലും ഇന്ത്യൻ കറൻസിയിൽ വെക്കാതിരിക്കാൻ നോക്കുക. പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം ഇത് തന്നെയാണ്. പലരും എന്നോട് പറയാറുണ്ട്, ഞാൻ റിയൽ എസ്റ്റേറ്റ് വാങ്ങി എനിക്കതിൽ ഡബിൾ പൈസ കിട്ടി. ഇതാണ് അൺലിക്വിഡ് അസറ്റ്സ് ആണെങ്കിൽ. റിയൽ എസ്റ്റേറ്റ് നമുക്ക് വേണം ഒരു സേഫ് ലിമിറ്റ് വരെ. അത് നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ വരുമ്പോൾ പലപ്പോഴും പറയാൻ പറ്റുകയാണെങ്കിൽ സമയം ഞാൻ പറഞ്ഞുതരും. പക്ഷേ 2010 ശേഷം ആര് നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തോ അവർക്ക് പേപ്പർ ഇൻക്രീസ് മണി, അവരുടെ റിയൽ ക്യാഷ് ഫോറിൻ കറൻസിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലക്ച്വേഷൻ റേറ്റിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള റിട്ടേണിലധികം കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആലോചിച്ച് ചെയ്യേണ്ടത്. പക്ഷേ എന്ന് വിചാരിച്ചു ലാൻഡ് എപ്പോഴും ഒരു സ്കേഴ്സ് അസറ്റാണ്, അതൊരു പുതിയ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും ഒരു ചതിയോ ഇതൊന്നുമല്ല. ഏത് കാലത്തും
നിങ്ങൾക്ക് ആ കാലത്തിൻ്റെ മൂല്യം എപ്പോഴും ആ കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ലാൻഡ് ഒരു സ്കേഴ്സ് അസെറ്റ് ആയതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു തെറ്റൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ഗെയിന് കണ്ടിട്ട് ഞാൻ ഇത്ര ഡബിളായി ട്രിപ്പിളായി എന്ന് പറഞ്ഞത് ചെറിയ നോൺസെൻസാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. അതുകൊണ്ട് പ്രവാസികൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരായക്കാൾ ഇന്ത്യൻ റുപ്പീസിൽ സമ്പാദിച്ച് ഇന്ത്യൻ റുപ്പീസ് സേവിങ്സ് വെക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അതൊരു അവർ ഫിക്സഡ് ഡെപ്പോസിറ്റോ ലാൻഡിന്. പക്ഷേ പ്രവാസിയായ ഒരാൾക്ക് നമ്മുടെ കയ്യിലുള്ള സ്ട്രോങ് കറൻസി വെച്ചിട്ട് അത് കൺവേർട്ട് ചെയ്ത് ഒരു എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോഴേക്കും ഓടിച്ചെന്ന് എക്സ്ചേഞ്ചിൽ പോയി അത് കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിൽ അയച്ച് ആ കൊല്ലം മുതൽ അത് മൈനസ് ആയിക്കൊണ്ടിരിക്കുകയാണുള്ള ധാരണ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഓടിച്ചാടി ചെയ്യരുത്. നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് അയക്കുക. അല്ലെങ്കിൽ ഇനി നാട്ടിലെ ബാങ്കിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കീപ്പ് ഇറ്റ് ഇൻ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ടിൽ സേവ് ആയിട്ട് വെക്കുക. കുറച്ച് എമൗണ്ട് നിങ്ങളുടെ ലിക്വിഡ് ആവശ്യമുള്ള എമൗണ്ട് നിങ്ങളെ NRE അക്കൗണ്ടിലും സൂക്ഷിച്ച് വെക്കുക. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. കൂടുതൽ സംശയങ്ങളുള്ളവർ കറൻസി റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പറയാം. കൂടുതൽ പല സാധ്യതകളും അതിലുണ്ട് ഈ FCNRൽ വെച്ചാൽ. കാരണം അതിൽ കറൻസി ഇപ്പോൾ US ഡോളറിൽ വെച്ച് നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ പൗണ്ട് ഇപ്പം നല്ല താഴോട്ട് പോകുന്നുണ്ട്, അപ്പോൾ അത് കുറച്ച് പൗണ്ട് വാങ്ങി വെക്കാം, എന്നാൽ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് പൗണ്ട് കൂടുന്ന സമയത്ത് അത് വീണ്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഡോളറിലേക്ക് ഇങ്ങനെ മാറ്റി കളിച്ചാൽ നമുക്ക് വലിയൊരു, പക്ഷെ നന്നായി പഠിക്കണം അതിനെപ്പറ്റി. വലിയൊരു ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ചെറിയൊരു അധികം ഇൻകം കൂടി അതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെയുള്ളൊരു ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഡിസ്കസ് ചെയ്യാം. നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന പണം ഫോറിൻ കറൻസിയായി തന്നെ സേവ് ചെയ്യാൻ പറ്റുമോ? ആദ്യം FCNRE അക്കൗണ്ട് ഉണ്ടാക്കണം, അത് നിർബന്ധമാണ്. അത് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ചെറിയ പൈസ ഇട്ടിട്ട് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ടബിൾ ആണ്. RI റെസ്ട്രിക്ഷൻസ്, റിസർവ് ബാങ്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എങ്കിലും എ സർട്ടൻ എമൗണ്ട് ഓൾവേസ് ക്യാൻ ട്രാൻസ്ഫർ ടു FCNRE. ബാങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ മതി. പക്ഷേ അവിടെ ചാർജസ് ഉണ്ടാവും. കറണ്ട് റേറ്റിംഗ് ആണ് കിട്ടുക. അത് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ബാങ്ക് മാനേജറെ സംസാരിച്ച് അതിൽ FCNRE അക്കൗണ്ടിൽ ഇടുക. FCNR അക്കൗണ്ടിൽ നിന്നും പണം നാട്ടിൽ നിന്ന് പിൻവലിക്കാൻ പറ്റുമോ? FCNREയിലെ അക്കൗണ്ട് നാട്ടിൽ ഇനി പൈസക്ക് ആവശ്യമുണ്ടെങ്കിലും വിഡ്രോ ചെയ്യരുത്. FCNREയിലെ എമൗണ്ട് സെക്യൂരിറ്റി, അത് ഗ്യാരണ്ടി ആയിട്ട് വെച്ചിട്ട് നാട്ടിലെ ബാങ്കിൽ നിന്ന് നാട്ടിലെ ആവശ്യത്തിനുള്ള പൈസ ലോണായിട്ട് എടുക്കാം. ഈ ലോണിന് നോർമലി 1% മുതൽ 2% വരെ പലിശ എടുക്കുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഗൾഫിലുള്ളിടത്തോളം കാലം ഇവിടുന്ന് പൈസ അയക്കുകയാണെങ്കിൽ അതിൽ തിരിച്ചടക്കുമ്പോൾ കൺവേർട്ടബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ഈ ഫണ്ട് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. നിലവിലുള്ള NRE അക്കൗണ്ടിൽ നിന്നും FCNRയിലെ അക്കൗണ്ടിലേക്ക് പണം മാറ്റാൻ പറ്റുമോ? FCNRE അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ NRI അക്കൗണ്ടിൽ നിന്ന് FCNRയിലേക്ക് ഡോളറിലോ അല്ലെങ്കിൽ ഏത് വിദേശ കറൻസിയിലും കൺവേർട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. കാരണം അത് റിസർവ് ബാങ്കിൻ്റെ റെസ്ട്രിക്ഷൻസ്, വിത്തിൻ ദ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ആകെയുള്ള പ്രോബ്ലം ഇന്ത്യൻ എക്സ്ചേഞ്ച് റേറ്റും ബാങ്കിൻ്റെ റേറ്റും ഇൻ എക്സ്ചേഞ്ച് ചാർജസും ഉണ്ടാവും. എങ്കിലും ഒരു ഫസ്റ്റ് ടൈം ആ ലോസ് ഉണ്ടെങ്കിലും അതൊരു അഡ്വൈസബിൾ തന്നെയാണ്. അല്ലെങ്കിൽ NRI ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി വെച്ചാലും കുഴപ്പമില്ല. ഇനി അയക്കുന്നതെങ്കിലും FCNRയിൽ കീപ്പ് ചെയ്യുക. എല്ലാ ബാങ്കുകളിലും ഈ സംവിധാനമുണ്ടോ? ഏത് ബാങ്കിലും ഇത് ചെയ്യാൻ പറ്റും. വിദേശ ബാങ്ക്, ഇപ്പോൾ UAEയിലെ ബാങ്കുകളാണെങ്കിൽ അവരോട് നിങ്ങളെ കറൻസി ഇദ്ദേഹത്തു നിന്നും മറ്റേലേക്കും കൺവേർട്ട് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലാണെങ്കിൽ എല്ലാ ബാങ്കുകളും SBI മാതിരിയുള്ള എല്ലാ ബാങ്കുകളിലും FCNR ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് ശക്തമായ എല്ലാ കറൻസികളിലും നമുക്ക് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തും കീപ്പ് ചെയ്തും വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ബാങ്കായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ ബുദ്ധിയുള്ള ചെറിയ ലേബർ കാറ്റഗറിയിലും വളരെ ചെറിയ പൈസ ഉള്ളവർ ഈ ഫ്ലക്ച്വേഷൻ കാണുമ്പോൾ എക്സ്ചേഞ്ചിൽ പോയി വാങ്ങി വെക്കുന്നവരുണ്ട്. പക്ഷെ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ചില സമയത്ത് വല്ലാതെ അവർ ചാർജസും മറ്റതൊക്കെ വാങ്ങുന്നുണ്ട്. അത് ചില സമയത്ത് നഷ്ടക്കച്ചവടമായി മാറും. ബാങ്ക് തന്നെ ആയിരുന്നു ഏറ്റവും നല്ല സോഴ്സ്. അത് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കേണ്ട കാര്യമല്ലോ, പ്ലീസ് കൺവേർട്ട് മൈ അക്കൗണ്ട് ഫ്രം US ഡോളർ ടു സ്റ്റെർലിംഗ് പൗണ്ട് എന്നോ അല്ലെങ്കിൽ സ്റ്റെർലിംഗ് പൗണ്ട് US ഡോളർ എന്നൊക്കെ. പിന്നെ കറൻസി മാർക്കറ്റ് വേറെ തന്നെ ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ട, അത് കുറച്ച് വൈഡായിട്ട് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടൊക്കെ മാതിരി തന്നെ കറൻസി മാർക്കറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലും ചെയ്യാൻ പറ്റും. പക്ഷേ നോർമൽ ആളെന്നുള്ള നിലയ്ക്ക് ഇപ്പം നമ്മളൊന്നും ആലോചിക്കാതെ ഏറ്റവും ചുരുങ്ങിയത് NRE അക്കൗണ്ടിൽ ഇന്ത്യൻ റുപ്പീസിൽ വെക്കാനും പകരം നിങ്ങളിപ്പോൾ ഏത് ബാങ്കാണ്, ഫെഡറൽ ബാങ്കിലോ പോയിട്ട് പറയാം FCNR ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റിൽ ഡോളറിൽ തൽക്കാലം വെച്ചാൽ മതി.
നിലവിലുള്ള NRE അക്കൗണ്ട് FCNRE അക്കൗണ്ടാക്കി മാറ്റാൻ കഴിയുമോ? ഇല്ല, നിങ്ങൾ NRI അക്കൗണ്ട് FCNR അക്കൗണ്ട് ആക്കി മാറ്റണ്ട. നിങ്ങൾ SBIയിൽ ഒരു പുതിയ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് അവിടെ തുടങ്ങുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിൽ തുടങ്ങുക. എല്ലാവരും സമ്മതിക്കും. ഇപ്പോൾ ഫെഡറൽ ബാങ്കിലും എല്ലാവർക്കും ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്, നമ്മൾ NRI അക്കൗണ്ട് മാതിരി തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങുക. എന്നിട്ട് ഇവിടുന്ന് അവിടേക്ക് പൈസ അയക്കാം. ഒപ്പം തന്നെ നാട്ടിൽ NRIയിലുള്ള പൈസ ഇതിലേക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവിടെ ചാർജ് അവർ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. നിലവിലുള്ള NRI അക്കൗണ്ട് FCNRIക്ക് മാറ്റാനായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അതല്ല, പുതിയൊരു FCNR അക്കൗണ്ട് തുടങ്ങുക, സാധാരണ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന മാതിരി. എന്നിട്ട് ഇവിടുന്ന് പൈസ ഒരു പൈസ അയക്കുക, പിന്നെ ബാക്കി അതിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ SBI ചെയ്യുന്നില്ല, അതേ ബാങ്ക് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റി ഇല്ലേ, ഓൺലൈൻ ട്രാൻസ്ഫർ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് കാര്യങ്ങളെല്ലാം. FCNRE കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ടോ? മണി ലോണ്ടറിങ് ഇപ്പോൾ ഭയങ്കര ഒരു സീരിയസ് കൺസേൺ ആണ് എല്ലാ രാജ്യത്തിൻ്റെയും. ഇപ്പോൾ കഴിയുന്നതും ലീഗലൈസ്ഡ് ആയിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ, നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ അത് ലീഗലൈസ് ചെയ്യാം എന്നുള്ള ബെസ്റ്റ് വേ നോക്കിയിട്ട് വേണം ചെയ്യാൻ. എല്ലാ ബാങ്കും, അത് നിങ്ങൾ കൊമേഴ്സ്യൽ ആവശ്യമുള്ളതാണ് അല്ലെങ്കിലും എല്ലാ ട്രാൻസാക്ഷനും ഇപ്പം വാച്ച്ഫുള്ളാണ്, നോക്കിയിട്ട് തന്നെ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കൊക്കെ കുറച്ചുകാരോടെയൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ അതെല്ലാം ബ്ലോക്കാവും. കാരണം അപ്പോൾ എല്ലാ ഫണ്ടിൻ്റെയും സോഴ്സ്, അതിന് വഴികളുണ്ട്. ആ സോഴ്സ് മിക്കവാറും കറക്റ്റാക്കി വെക്കണം. അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വരും. അപ്പോൾ നിങ്ങൾ FCNR തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ സുഖം എന്താ വെച്ചാൽ ഇവിടുന്ന് ഫണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആരും ചോദിക്കില്ല ഇവിടുന്ന് ഫണ്ട് കിട്ടി. അപ്പോൾ അതൊരു വേണ്ട പോലെ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ FCNR ഏതായാലും തുടങ്ങി ട്രാൻസ്ഫർ ചെയ്തോളാം. അല്ലെങ്കിൽ ഗൾഫിൽ റിയാൽ ബാങ്കിൽ വെച്ചാലും ഏകദേശം ഇഫക്റ്റ് ആണ്. കാരണം റിയാൽസ് ഡോളറുമായിട്ട് പെഗ്ഡ് ആണ്. ഇപ്പോൾ ഒരേ റേറ്റ് ആയിരിക്കും എല്ലാ സമയത്തും. അത് പെഗ്ഡ് അല്ലാതെ കറൻസിയെക്കുറിച്ച് പറഞ്ഞത് പലർക്കും ഉപകാരപ്രദമായി എന്നതിൽ സന്തോഷമുണ്ട്. അതിനോടനുബന്ധം ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്ത് പറഞ്ഞുതരാം. ഈ FCNRൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നാട്ടിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വന്ന് ഇമ്മീഡിയറ്റ്ലി ഇന്ത്യൻ റുപ്പീസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട. നമ്മൾ ആ ബാങ്കിൽ പോയി സംസാരിച്ചിട്ട് ഇതിൻ്റെ ബാക്കപ്പിൽ ഇതായ ഗ്യാരണ്ടി വെച്ചിട്ട് ഇന്ത്യൻ റുപ്പീസിൽ ലോൺ എടുക്കുക. ഇന്ത്യൻ റുപ്പീസിൽ ലോൺ എടുക്കുമ്പം സാധാരണ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കഴിച്ചിട്ട് 1%, 1.5% പലിശക്ക് നിങ്ങൾക്ക് മിക്കവാറും ലോൺസ് കിട്ടും. അപ്പം നമ്മൾ പലിശ വാങ്ങി എന്നുള്ളതിന് പകരം പലിശ അഡ്ജസ്റ്റ്മെൻ്റ് ആവും. രണ്ടാമത്, ആ ഇന്ത്യൻ നമ്മൾ എടുക്കുന്ന ലോണ് നമ്മളിവിടെ ജോലിയുള്ളപ്പം തിരിച്ചടക്കുമ്പോൾ മിക്കവാറും അതിൻ്റെ 40% അടക്കേണ്ടി വരുള്ളൂ. 60% അടക്കേണ്ടി വരുള്ളൂ ആ പീരീഡ് കഴിയുമ്പം, ബിക്കോസ് ഓഫ് ദ ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ നമ്മളൊരു വീട് പണിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് ഈ ഡെപ്പോസിറ്റ് അനക്കാതെ ഈ ഡെപ്പോസിറ്റിൻ്റെ ഗ്യാരണ്ടിയിൽ ആ ബാങ്കിനോട് സംസാരിച്ചിട്ട് ഇന്ത്യൻ റുപ്പീസിൽ ലോൺ തരും. അതിന് 1% മുതൽ 2% പലിശ ആറാക്കുന്നത്. അത് വേണ്ടതുപോലെ ഒന്ന് പഠിച്ചാൽ അത് തിരിച്ചടക്കുമ്പോൾ നമുക്ക് എക്സൈസ് ഫ്ലക്ച്വേഷൻ്റെ റേറ്റിൻ്റെ ബെനിഫിറ്റും കിട്ടും. ഒരു 60-70% ഈ ഫ്ലക്ച്വേഷൻ റേഷ്യോയിൽ കുറഞ്ഞും കിട്ടും. അതൊരു ഓപ്ഷനാണ് എന്ന് ഇതോട് അനുബന്ധിച്ച് പറഞ്ഞു എന്നുള്ളൂ.